ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നമ്മെ ദൈവരാജ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന, നമുക്ക് നിത്യവും പ്രദാനം ചെയ്യുന്ന, നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനം അല്പസമയം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയെ ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാരംഭമായി ഒരു ഗാനം ആലപിച്ചതിന് ശേഷം തുടർന്ന് കുറച്ച് സമയം ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രമിക്കാനായി നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭരണങ്ങൾ കൊടുമുന്നേ ഭൂമിയിൽ നമ്മളൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നമുക്കും ഭരണങ്ങൾ കൊടുമുന്നേ ഭൂമിയിൽ നമ്മളൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഭരിക്കുന്ന ജനമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചെറിയരാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മളൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ വളരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണ വസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ വളരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങളിൽ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മളൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നമുക്ക് ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാൻ പഠിക്കുവാൻ നാഥനോട് അനുഗ്രഹിച്ചിടുക. നാഥൻ കാച്ചുവഴിയെ ജയിച്ചിടാൻ വിളങ്ങിയ ദൈവത്തിൻ പുത്രരാ ചേർന്നിടാൻ നമുക്ക് ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാൻ പഠിക്കുവാൻ നാഥനോട് അനുഗ്രഹിച്ചിടുക. നാഥൻ കാച്ചുവഴിയെ ജയിച്ചിടാൻ വിളങ്ങിയ ദൈവത്തിൻ പുത്രരായി നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മളൊട്ടും ദൈവരാ
മരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴേ ഒരുങ്ങുക. പറവാനിൽ സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴേ ഒരുങ്ങുക. പരമാവധി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. നാമൂക്കും ഭരണങ്ങൾ കൊടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മൾക്കും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജനമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂക്കും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മൾക്കും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വാദ്യനാവ് വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. എല്ലാ ജനത്തോടുമുള്ള സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അറിയിക്കുന്ന ഒരു ടീമാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സർവപ്രചരാചരണങ്ങളുടെയും ഉടയവനായ സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അനൗൺസ്മെന്റ് അറിയിച്ച് ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകും. അതുകൊണ്ട് അല്പസമയത്തേക്ക് എന്നോട് കൂടെ ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജനത്തോടും നിങ്ങളുടെ അല്പസമയം ഇതിനു വേണ്ടി ഒന്ന് ശ്രദ്ധിപ്പാൻ എല്ലാവരോടും ഓർപ്പിക്കുകയാണ് താഴ്മയോടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിവിടെ കേൾക്കുന്നത് ഒരു മതപ്രഭാഷണമല്ല. പകരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഫേസ് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ പരിഹാരമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മരണമാണ്. മരണം. ഒരു യൂണിവേഴ്സിറ്റിക്കോ ഒരു മതത്തിനോ ഈ ലോകത്തിലെ ഏതെങ്കിലും തത്വ സംഘടനയ്ക്കോ തത്വചിന്തയ്ക്കോ മരണത്തിൽ നിന്ന് പരിഹാരം കൊടുക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജും അത് പഠിപ്പിക്കുന്നില്ല. ഒരു മെഡിക്കൽ ഷോപ്പിലും മരണത്തിന് പരിഹാരമായ മരുന്നില്ല. ഒരു യൂണിവേഴ്സിറ്റിയിലും അതിനൊരു സിലബസ് ഇല്ല. ഞാനിവിടെ നോക്കുമ്പോൾ പലരും ജോലി ചെയ്യുന്നു, പലരും ജോലിക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു, പലരും വാഹനങ്ങൾ ഓടിക്കുന്നു. എല്ലാവരും തിരക്ക് പിടിച്ച ഓട്ട. എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്, മരണത്തെ ഭയന്നാ ഓടുന്നേ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനാ ഓടുന്നേ. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നു. ഇനി ഭക്ഷണം കഴിക്കാൻ അന്വേഷിച്ചാൽ ഭക്ഷണം മേടിക്കാൻ പണം വേണം.
പണത്തിന് വേണ്ടി അന്വേഷിച്ചാൽ പണം വേണമെങ്കിൽ ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി വയറ് നിറച്ച് മരിച്ചു പോകുന്നവരാണ് നമ്മള്. അതാ പിന്നെ ജോലി ചെയ്തിട്ട് എന്താ കാര്യം? അപ്പൊ ഈ മരണത്തിന് പരിഹാരത്തിനായി നമ്മൾ അധ്വാനിക്കുന്നു, കടകൾ നടത്തുന്നു, ടാക്സി ഓടിക്കുന്നു, പല പല ജോലികൾ ചെയ്യുന്നു. പക്ഷേ അതിന് പരിഹാരമായി നാം കഴിക്കുന്ന ചോറോ ഇഡ്ലിയോ പൊറോട്ടയോ ഇതൊന്നും മരണത്തെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. എല്ലാ മനുഷ്യരെയും മരണം തോൽപ്പിക്കുന്നു. എന്നാൽ മരണത്തെ തോൽപ്പിക്കുവാനുള്ള ഒരു നേതാവ് ഇതുവരെയും നമ്മുടെ പൊളിറ്റിക്കൽ മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. നമ്മളുടെ മെഡിക്കൽ ഷോപ്പിൽ അതിനുള്ള മരുന്നില്ല. ഈ ലോകത്ത് മരണത്തെ തോൽപ്പിക്കുന്ന ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ പോകാനായിട്ടിടയായി. അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പുതിയ മെത്തേഡ് ശവസംസ്കാരം എന്ന് പറയുന്നത് ശവപ്പെട്ടിയിലൊക്കെ കിടത്തി. എന്നാൽ പള്ളിയിൽ ചെന്നപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ശവപ്പെട്ടിയിൽ നിന്ന് മാറ്റി അവർക്ക് വേറൊരു ശവപ്പെട്ടിയുണ്ട്, അതിലേക്ക് ഈ ബോഡിയെ മാറ്റിക്കിടത്തി. അവരുടെ ചില വെള്ള തുണികളും ആ ബോഡിയെ പൊതിഞ്ഞു. അതായത് അവരുടെ ശവപ്പെട്ടിയിൽ ആ ബോഡി കുഴിയിലേക്ക് ഇറക്കി. കുഴിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ ശവപ്പെട്ടിയിലൊരു ശവത്തെ ബോഡിയെ ആ വെള്ളത്തുണി കൊണ്ട് ബോഡിയിട്ട് സ്റ്റാപ്പർ ചെയ്തു മൊത്തം. തുടർന്ന് ആ ശവപ്പെട്ടി താഴേക്ക് ഇറക്കി. അതിനുശേഷം ഏറ്റവും താഴെ ചെന്നപ്പോ മുകളിൽ നിന്ന് ഒരു സ്പാനർ പോലെ ഒരു സാധനം കൊണ്ട് രണ്ട് ഭാഗം തിരിച്ചപ്പോ ഈ ശവപ്പെട്ടിയുടെ അടി തുറന്നു. ആ ബോഡി താഴേക്കിട്ട് ശവപ്പെട്ടിയുടെ ഉള്ളിലേക്ക് എടുത്തു. അങ്ങനെ ആ പച്ച ബോഡിയുടെ മുകളിലേക്ക് ഈ പച്ച മണ്ണം കിട്ടു കൂട്ടി കഴിഞ്ഞു. ഏത് ജാതിയാണോ, ഏത് മതമാണോ, ഏത് സംഘടനയാണോ, പ്രിയ സഹോദര നമ്മുടെ അവസ്ഥ ഇത്രേ ഉള്ളൂ. എന്റെ ചുറ്റും നിൽക്കുന്ന സഹോദരൻ ഒന്ന് ചോദിച്ചോട്ടെ, കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ബോഡിയിൽ നമ്മൾ ഇറങ്ങിക്കൊടുക്കണം, ഈ ശരീരത്തിന് ഇറങ്ങിക്കൊടുക്കണം. പിന്നെ മൊബൈൽ നമ്മുടെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല, കൊട നമ്മുടെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല, ഒരു ബസ് ഡ്രൈവറാണെങ്കിൽ സ്റ്റിയറിംഗ് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസത്തിനുള്ളിൽ ശരിക്കുന്ന സഹോദര ബോഡിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം, ശരീരത്തിന് ഇറങ്ങിക്കൊടുക്കണം, ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണ പോലെ. ഇവിടെയുള്ള എല്ലാവരും ഞാനടക്കം ഈ ശരീരത്തിന് ഇറങ്ങിക്കൊടുക്കണം. നമ്മൾ അതിന് പേരിട്ടിരിക്കുന്ന മരണം. ഏതായാലും മരണത്തിന് പരിഹാരം തരാൻ ഒരു നേതാവ് ഇവിടെ കാണാനില്ല. അതുകൊണ്ട് തന്നെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പ്രസംഗിക്കുന്ന മതപ്രസംഗമല്ല എന്ന്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മരണമാണ്. ആ മരണത്തിനുള്ള പരിഹാരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അത് പാരസെറ്റമോൾ കഴിച്ചുകൊണ്ട് മരണം മാറുന്നില്ല, നമുക്ക് IT ജോലി ചെയ്തുകൊണ്ട് മരണം മാറത്തില്ല, നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ വലിയ മന്ത്രിയായാലും മരണം മാറില്ല. മരണത്തിന് ഇവിടെ ഒന്നും പേടിയില്ല. ഈ ശരീരത്തെ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. നമ്മുടെ ജാതിയെയും മതത്തിനെയും മരണത്തിന് പേടിയില്ല, നമ്മൾ അറിഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇവിടെ ഞാൻ നിങ്ങളുടെ സന്തോഷ വാർത്ത പറയട്ടെ. മരണത്തിനുള്ള പരിഹാരം ഇവിടെ ഒരു അനവാന്റെ കയ്യിലോ, ഒരു യൂണിവേഴ്സിറ്റിയുടെ കയ്യിലോ, ഒരു ബാങ്കിന്റെ കയ്യിലോ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിലോ ഇല്ലാതിരിക്കുമ്പോൾ മരണത്തിനുള്ള പരിഹാരം സർവപ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനായ സൃഷ്ടാവായ ദൈവത്തിന്റെ കയ്യിൽ മരണത്തിൽ നിന്നുള്ള പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മരണത്തിനുള്ള പരിഹാരം എന്റെ മക്കളെ, നിങ്ങൾ എങ്ങനെ ഓടിയാലും എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചാലും നടക്കില്ല. മരണത്തിനുള്ള പരിഹാരമല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നു.
മരണത്തിനുള്ള പരിഹാരം സൃഷ്ടാവായ ദൈവത്തിന്റെ കരങ്ങളിലാണുള്ളത്. മരണത്തിനുള്ള നീക്കുപോക്ക്, ആ നീക്കുപോക്കാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോടു കൂടെയുള്ള ജീവിതം. ദൈവത്തോടുകൂടെ, സൃഷ്ടാവോടുകൂടെ ഉള്ള ഒരു ജീവിതം, മരണമില്ലാത്ത സൃഷ്ടാവോടുകൂടെയുള്ള ജീവിതം. പ്രിയമകനെ, പ്രിയമകനെ, നിനക്ക് ലഭിക്കുമെങ്കിൽ നിനക്ക് മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാം. ഈ നല്ല വിശേഷമാണ്, സദ്വാർത്തയാണ് ഞങ്ങൾ അല്പസമയം കൊണ്ട് നിങ്ങളെ അറിയിക്കുന്നത്. ഈ നല്ല വിശേഷം വിശുദ്ധ ബൈബിളിൽ അതിനെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. ചുരുക്കി പറഞ്ഞാൽ മരണത്തിൽ നിന്നുള്ള പരിഹാരം സർവർ ഭൂമിയിലും അറിയിക്കപ്പെടും. മരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് ഗുളിക തന്നില്ല, മരണത്തിന് പരിഹാരമായ ഗുളിക തന്നില്ല എന്ന് നീ ചിന്തിക്കേണ്ട. ആ ഗുളികയുമായിട്ടാണ് ഈ ടീമിപ്പേരുടെ നടന്നു പോകുന്നത്. മരണത്തിലുള്ള പരിഹാരത്തിലുള്ള ഗുളിക ഒരു മതമല്ല, ഒരു യൂണിവേഴ്സിറ്റി അല്ല, ഒരു സംഘടനയല്ല, ഒരു ഗ്രൂപ്പല്ല. നിന്റെ സൃഷ്ടാവായ ദൈവത്തോടുകൂടിയുള്ള വാസമാണ് മരണത്തിന് പരിഹാരം. ആ സന്ദേശത്തിന്റെ പേരാണ് രാജത്വത്തിന്റെ സുവിശേഷം. അതാണ് നമുക്ക് ജീവൻ തരുന്നത്. ഇതുകൊണ്ട് വന്ന വ്യക്തിയുടെ പേരാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. വചനമെന്ന് മറുപേരുള്ള ക്രിസ്തു, വചനം മാംസമായി യേശു ക്രിസ്തുവായി ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്നത് മരണത്തിനുള്ള പരിഹാരമായുള്ള ഗുളികയുമായിട്ടാണ്. പക്ഷേ എന്നെ കേൾക്കുന്ന ക്രിസ്തീയ സഹോദരത്തിന് മനസ്സിലാകത്തില്ല, അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ലല്ലോ. എന്നാൽ എല്ലാ സഹോദരങ്ങളും ചേർന്ന് പറയട്ടെ, യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വയമേ വന്നതല്ല, എന്റെ പുറകെ ഒരാളുണ്ട്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ എന്റെ അപ്പൻ. ആ അപ്പൻ അയച്ചിട്ടാണ് ഞാൻ വന്നത്. വന്നതിന്റെ ഉദ്ദേശം മരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് ജീവൻ തരാനും ആ ജീവൻ സമൃദ്ധമായി തരുവാനുമാണ്. ചുരുക്കി പറഞ്ഞാൽ നിന്നെ മരണത്തിൽ നിന്ന് മാറ്റി മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന മരണമുള്ള മനുഷ്യ, നിന്നെ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ താമസിക്കാൻ തക്കവണ്ണം നിനക്ക് ഒരു വഴിയും വാതിലും ഒരുക്കി തരികയായിരുന്നു അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിനോട്. എന്നാൽ ഈ സന്ദേശം ഇന്ന് മറക്കപ്പെട്ട പലയിടത്തും ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തു പ്രസംഗിച്ച മാർഗം ഒരു മതം മാത്രമായി അവസാനിച്ചു. ഇതിന്റെ മതയിലാണ് ഈ ഒരു ചെറിയ ഭീമ. ഇതൊരു മത സംവിധാനമല്ല. ക്രിസ്തു പറഞ്ഞത് ഒരു മാർഗമാണ്. എന്തിനുള്ള മാർഗം? സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ജീവിക്കാൻ മനുഷ്യരെ സ്വർഗത്തിലെ ദൈവം ക്ഷണിക്കുന്നുവെന്നും അങ്ങനെ സൃഷ്ടാവോടുകൂടെ ജീവിക്കാൻ നീ തയ്യാറായി അതിൽ നീ ക്വാളിഫൈ ആകുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ മരണം മാറുന്നുവെന്നും അങ്ങനെ നിത്യം സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുമെന്നും യേശുക്രിസ്തു അറിയിച്ചു. അത് മുഴുവൻ നടക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് എന്താണ് ഈ രാജ്യത്തെ സുവിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സൃഷ്ടാവായ ദൈവത്തിന്റെ ആ പരമാധികാരത്തിന്റെ കീഴിൽ ആ സൃഷ്ടാവോടൊപ്പം ജീവിക്കുന്നതാണ്, അപ്പനോടൊപ്പം ജീവിക്കുന്നതാണ് ഈ രാജ്യത്തെ സുവിശേഷം. അതോടൊപ്പം തന്നെ അപ്പന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ രാജാക്കന്മാരായി നിന്നെയും എന്നെയും മാറ്റുന്നതാണ് ഈ രാജ്യത്തെ സുവിശേഷം. പ്രിയ മകനെ, മകളെ, നീ ഇന്നൊരു ക്ലർക്കായിരിക്കുക, ഒരു അക്കൗണ്ടന്റായിരിക്കുക, ഒരു ടാക്സി ഓടിക്കുന്ന വ്യക്തിയായിരിക്കുക, അല്ല ഈ ലോകത്തിൽ മറ്റേതെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കുക, ഒരു പൊളിറ്റീഷ്യനായിരിക്കാം. എന്നാൽ ഇതിന്റെ എല്ലാം അപ്പുറം ഈ ലോകത്തിന്റെ രാജാവായി നിന്റെ അപ്പൻ സൃഷ്ടാവായ ദൈവം നിന്നെ ക്ഷണിക്കുകയാണ് എന്ന സത്യം നീ തിരിച്ചറിയ
ഈ രാജ്യത്തെ സുവിശേഷത്തിലൂടെ. ഇതാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന സുവിശേഷം, ദൈവത്തോടു കൂടെയുള്ള ജീവിതം. ഒരുപക്ഷെ നിങ്ങൾ സുവിശേഷമേറിയാൽ ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഇത് പ്രസംഗിച്ച യേശു ക്രിസ്തുവാണ്, ദൈവത്തിന്റെ പുത്രനാണ്. യേശു ക്രിസ്തു ഇങ്ങനെ പ്രസംഗിച്ചു: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക, മനസ്സിന് അന്തരം വരുത്തുക. എന്തിനാണ്? നിന്റെ അപ്പൻ നിന്നോടുകൂടെ ജീവിക്കാനുള്ള കാലം സമീപിച്ചു. നീ മനസ്സിന് അന്തരം വരുത്തിയാൽ അപ്പനോടുകൂടെ ജീവിക്കാം. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ചിന്തയുണ്ടാകും, എനിക്ക് ആ സൃഷ്ടാവോടുകൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായ മരണം മാറുവാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഇതിന്റെ അകത്തുണ്ടെങ്കിൽ, ഇനി പ്രിയമകനെ നീ ഇതുവരെ കേട്ടിട്ടുള്ള സുവിശേഷം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവത്തോടുകൂടെ ജീവിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ മതമോ, നമ്മുടെ കളറോ, നമ്മുടെ പണമോ, നമ്മുടെ ചാതുര്യമോ ചാതുര്യമില്ലായ്മയോ ഒന്നുമല്ല. നമ്മളെ ദൈവത്തിൽ അകറ്റുന്നത്, മാനവരാശിയെ ദൈവത്തിൽ അകറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അംഗീകരിക്കാത്ത പാപങ്ങളാണ്. നീ ഏത് ജാതി എന്നല്ല ദൈവം നോക്കുന്നത്, ഏത് മതമെന്നല്ല ദൈവം നോക്കുന്നത്, നിന്റെ കയ്യിൽ എത്ര ഫണ്ടുണ്ടെന്നല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം പാപവിമുക്തരായ നമ്മളോടുകൂടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരമ്മ തന്റെ മക്കളോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം പ്രിയമകനെ എന്നോടും നിങ്ങളോടും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മാത്രമാണ്. ഈ പാപത്തിന് പരിഹാരം ലഭിച്ചാൽ നമുക്ക് ആ സൃഷ്ടാവോടുകൂടെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ പറയാൻ പോകുന്ന ആ സുവിശേഷം നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതായിരിക്കാം. അതാണ് സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷം. ദൈവത്തോടുകൂടെ ജീവിക്കുന്ന സുവിശേഷം ഞാനും നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ പാപത്തിന് പരിഹാരം നടക്കണം. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്ത മുഖാന്തരമാണ്. ഞാനും നിങ്ങളും പാപികളായിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ഒരു പാപവും ചെയ്യാത്ത ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമായി മാറി. ആർക്കു വേണ്ടി? എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി. അതുവഴി നമുക്ക് ജീവൻ തരുവാൻ, അതുവഴി നമ്മളെ സ്വർഗസ്ഥ പിതാവുമായി ഒന്നാക്കുവാൻ, ഒരുമിച്ച് ജീവിക്കാൻ, ഒരു കുടുംബമാക്കുവാൻ. യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നു വന്ന് തന്റെ ജീവൻ കൊടുത്ത്, തന്റെ രക്തം കൊടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുവെങ്കിൽ, പ്രിയമകനെ ദൈവത്തോടുകൂടെ ജീവിക്കാതെ വഴിയൊരുക്കുകയായിരുന്നു അതിലൂടെ. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക്, പിതാവിനോടുകൂടെ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുകയില്ല. പ്രിയമകനെ ആ അപ്പനോടുകൂടി, ആ സൃഷ്ടാവോടുകൂടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപവിമുക്തമാകാനുള്ള വഴിയാണ് അന്വേഷിക്കേണ്ടത്. ആ വഴി വേറെ ആരുമല്ല, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണമാണ്. മരണത്തിലൂടെ, പുനരുദ്ധാനത്തിലൂടെ ലഭ്യമായ പുതിയ സൃഷ്ടിയാണ് എന്ന തിരിച്ചറിവുണ്ടായിക്കൊണ്ട് ആ യേശുവോട് പറയണം, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ദൈവത്തിന്റെ പുത്രനാണെന്നും ഭൂമിയിലേക്ക് വന്നത് എന്നെ രക്ഷിക്കാനാണെന്നോ എനിക്ക് ജീവൻ തരാനാണെന്നോ എന്നെ സ്വർഗസ്ഥ പിതാവുമായി ഒന്നാക്കാനും ഒരു കുടുംബമാക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങന്റെ കർത്താവായി, അങ്ങന്റെ രാജാവായി, അങ്ങന്റെ രക്ഷിതാവായി, അങ്ങന്റെ നായകനായി അങ്ങ് കടന്നു വരണമേ എന്ന് പ്രിയമകനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ ഇതാ ആ സൃഷ്ടാവോടുകൂടെ ജീവിപ്പാൻ, മരണമില്ലാത്തവനായി ജീവിപ്പാൻ, ദൈവത്തിന്റെ മകനായി ജീവിപ്പാൻ, ആ പുത്രത്വത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയമകനെ സർവ മാനവരാശിക്ക് അധികാരം തരികയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത്രയും നേരം ഇവിടെ പ്രസംഗിച്ചിട്ട് ഒരു മതത്തെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. ഒരു സംഘടനയെ കുറിച്ച് പറഞ്ഞോ? ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല.
ഇതാണ് നല്ല വിശേഷം, ഇതാണ് സുവിശേഷം. നിന്നെ സൃഷ്ടിച്ച നിന്റെ ഉടയവനായ ദൈവം നീയുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശമാണ് ഈ രാജ്യത്തെ സുവിശേഷത്തിലൂടെ നിങ്ങളെ അറിയിച്ചത്. അതുകൊണ്ട് നാളെ ഈ കളമശ്ശേരിയിൽ അപ്പോഴോ ടയേഴ്സിന് മുമ്പാകെ ഈ തൊണ്ടയേറെ നിങ്ങളോട് സംസാരിച്ച് ഇവിടെയുള്ള ഈ മെട്രോ പാത സാക്ഷിയാണ്. ഇതാ പില്ലർ നമ്പർ P244 6 സാക്ഷിയാണ്. ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ് സാക്ഷിയാണ്. ഈ ബസ് സ്റ്റോപ്പ് സാക്ഷിയാണ്. ഇവിടുത്തെ മരം സാക്ഷിയാണ്. ദൈവത്തിന്റെ മരണം പറയുന്നത് രാജ്യത്തെ തന്നെ സുവിശേഷം സർവ സൃഷ്ടികത്തെ സാക്ഷ്യമായി ഈ ലോകത്തിലൊക്കെയും അറിയിക്കും. അതോടെ യുഗം തീരൂ. പിന്നെ മനുഷ്യ മരണങ്ങളെ കാണില്ല. സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയുടെ പേര് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഏറ്റെടുക്കും എന്ന സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ആ ഭരണകൂടത്തിലേക്ക്, ആ കിങ്ഡത്തിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മക്കളായി രാജാക്കന്മാരായി ക്ഷണിക്കുകയാണ്. ഇതാ ഈ സന്ദേശത്തിന് ഈ കളമശ്ശേരി അപ്പോഴത്തെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന പ്രപഞ്ചത്തിന്റെ ഒന്നാകെ വെളിപ്പെടുത്തുകയാണ്, വിളിച്ചു പറയുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോകുകയാണ്. ഈ സഹോദരികളെ, അതിനു മുമ്പായി ഒരു പ്രാവശ്യം കൂടി അവസാനമായി അർപ്പിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സൃഷ്ടാവോട് കൂടെ ജീവിപ്പാൻ, പ്രത്യേകിച്ച് ഓൺലൈനിലായിരിക്കുന്നവർ ജീവിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഏക വഴിയും മാർഗവും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു ജാതിയിലേക്കല്ല, മതത്തിലേക്കല്ല, സംഘടനയിലേക്കല്ല, ഗ്രൂപ്പിലേക്കല്ല നിങ്ങളെ ചേർക്കുന്നത്. പകരം പ്രപഞ്ച സൃഷ്ടാവിന്റെ ഭവനത്തിലേക്കാണ് നിങ്ങളെ ചേർക്കുന്നത്. ആരായിട്ട് ചേർക്കുന്നു? ദൈവത്തിന്റെ മക്കളായി ചേർക്കുന്നു. തുടർന്നുള്ള നിങ്ങളുടെ ജോലി എന്ത്? ഭൂമിയുടെ രാജാക്കന്മാരാണ് നിങ്ങൾ, ഭരണാധികാരികളാണ് നിങ്ങൾ. അതുകൊണ്ട് അല്പസമയത്തിനുള്ള ഈ ശരീരത്തിന് എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കണം. നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ 11 മാസത്തെ കരാറ് കഴിഞ്ഞാൽ ആ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടതുപോലെ നീ ഏത് മതമാണെങ്കിലും, ഏത് സംഘടനയാണെങ്കിലും, ഏത് ഗ്രൂപ്പാണെങ്കിലും ഈ ശരീരത്തിൽ നിന്ന്, ഈ ബസ്സിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്നത് പോലെ ഈ ശരീരത്തിൽ നമ്മൾ ഇറക്കി വിടും. അതിന്റെ പേരാണ് മരണം. ഏതാണ് യേശുക്രിസ്തുവിലൂടെ ഈ സ്വർഗ്ഗസ്ഥ പിതാവിനെ വിശ്വസിച്ചാൽ, ആത്മാവിനെ ജീവിക്കാൻ തീരുമാനമെടുത്താൽ ഈ മരണം നിന്റെ ജീവിതത്തെ വിട്ടുമാറും. ഇതുകൊണ്ട് യേശു പറഞ്ഞത്, എന്ന് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് യേശു വന്ന് ജീവൻ തരാനും സമൃദ്ധിയായി തരുവാനുമായതുകൊണ്ട് ഇതാ അത് പ്രാപിപ്പാൻ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചവനാണ്, എന്റെ സ്വർഗ്ഗസ്ഥ പിതാവിനെ ഒന്നാക്കാനാണ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിച്ച് അനുസരിക്കാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ പ്രിയമകനെ നിന്റെ ജീവിതം ധന്യമായി ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടന്നു പോകുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ കളമശ്ശേരി ദേശനിവാസികളെയും ഈ ഓൺലൈനിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ പറഞ്ഞ സന്ദേശം അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരുവാൻ, മരണത്തിലെ ജീവങ്ങളിലേക്ക് വഴിത്തിരിവായി തീരുവാൻ, ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ ജീവന്റെ മരുന്നായ സൃഷ്ടാവായ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സുവിശേഷവും തിരിച്ചറിഞ്ഞ് അത് കഴിച്ച് മരണമില്ലാത്തവരായി ദൈവത്തിന്റെ മക്കളായി ഭൂമി രാജാക്കന്മാരായി തീരുവാൻ ഈ മക്കളെ ഏവരെയും അങ്ങ് ക്ഷണിച്ച ആ വിളി സ്വീകരിച്ച് അങ്ങനെയൊക്കെ എത്തിച്ചേരുവാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശവാസികളെ അനുഗ്രഹിക്കുന്നു. ഇവിടെ ഓട്ടോറിക്ഷക്കാര്, ടാക്സിക്കാര്, ഈ ദേശനിവാസികളെ, ഇവിടെയുള്ള ബിസിനസ്സുകാരെ, എല്ലാം അവരുടെ തലമുറകളെയും അവരുടെ ബിസിനസ്സുകളെ, അവരുടെ കൈകളുടെ അധ്വാന ഫലത്തെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ നിത്യ ഒരു അനുഗ്രഹമാകട്ടെ. അനുഗ്രഹം സ്വർഗ്ഗസ്ഥ പിതാവിന്റെ അടുക്കൽ സ്വർഗ്ഗരാജ്യാവകാശമാക്കുവാൻ ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. പ്രിയരെ, മറ്റൊരു കാര്യം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗിച്ച് കടന്നുപോയി. നിങ്ങൾ ഉടനെ മറക്കരുത്, കാരണം ഇത് മനുഷ്യ മനസ്സിൽ നിൽക്കത്തില്ല. എന്നാൽ നിങ്ങളെ സഹായിക്കാൻ 2 നോട്ടീസ് ഞങ്ങളുടെ സഹോദരൻ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ഈ പ്രസംഗിച്ച പ്രസംഗം എഴുതിയിരിക്കുന്ന ഒരു ട്രാക്റ്റാണ്. 2, ഇവിടെ അടുക്കൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷങ്ങളിലധികമായി പ്രവർത്തിച്ചുകൊണ്ട ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ഇവിടെ നിങ്ങൾ പ്രസംഗിച്ച് കേട്ടത് ഡീറ്റെയിൽ ആയി ഒരാഴ്ച അവിടെ ഇരുന്ന് താമസിച്ച് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇത് അങ്ങോട്ടേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ വചനധ്യാനത്തിലേക്ക്, ദൈവരാജ്യ സുവിശേഷ വചന ധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെ ക്ഷണിക്കുകയാണ്. അടുത്ത ധ്യാനം
ഒക്ടോബർ 6-ാം തീയതിയാണ്. നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 6-ാം തീയതിയാണ്. നിങ്ങളുടെ ഡീറ്റെയിലുകൾ അതിന്റെ നോട്ടീസിന്റെ താഴെ ടെലിഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, ജീവിതത്തിൽ എനിക്ക് ആരുമില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ രോഗിയാണ്, മറ്റ് പലതരം ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നൊക്കെ ചിന്തിക്കണം. നിങ്ങൾക്ക് ദൈവജനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാർക്ക്, ദൈവ മക്കൾക്കൊക്കെ കടന്നു വരാവുന്ന സ്ഥലമാണത്. ഹല്ലേലൂയ. എന്റെ പ്രിയമോളെ, അധികം താമസിയാതെ നമുക്കാർക്കും ഭൂമിയിൽ ആരും ഉണ്ടാകുകയില്ല. നാം ശരീരത്തിന് ഒഴിഞ്ഞു കൊടുക്കേണ്ട ദിവസം, ആ ദിവസമാണ് നമ്മുടെ മരണ ദിവസം. അതിനു മുമ്പ് സൃഷ്ടാവ് ഒരുക്കിയിരിക്കുന്ന ഈ ലോകത്തിലെ നിധിയായ ഈ ദൈവരാജ്യ സുവിശേഷം മനസ്സിലാക്കുക. നിങ്ങൾ ഏവരെയും പ്രാർത്ഥനാലയം എന്ന ധ്യാന കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ നോട്ടീസിന്റെ താഴെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ നാട്ടുകാരോടുള്ള, ഭക്ഷണത്തിലുള്ള, ടാക്സിക്കാരോടുള്ള, ഇവിടെയുള്ള എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടുള്ള, എല്ലാ കടക്കാരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം നിത്യ തേജസ്സിൽ ദൈവത്തോട് ഒരുമിച്ച് ക്രിസ്തു വസിപ്പാൻ നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.